നമസ്തേ. ശ്ലോകം 7. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാദരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ടാഗ്രഗൃഷ്ടഗണപൃഷ്ടഗരിഷ്ടവഷ്മാ ത്വം പാഹി വിഘ്നനുദയജ്ഞവരാഹമൂർത്തേ. 7ാമത്തെ ശ്ലോകത്തിൽ കിംജ ഉത്തരേഷു കുരുഷു, ഹിരണ്മയവർഷത്തിനും വടക്കുഭാഗത്തുള്ള ഭൂഖണ്ഡത്തെ കുരുവർഷം എന്ന് പറയുന്നു. പ്രിയയാ ധരണ്യാ മഹിത മന്ത്രനുതി പ്രഭേദൈ സംസേവിത, സ്നേഹവതിയായ ഭൂമിദേവി വിശേഷപ്പെട്ട പല മന്ത്രങ്ങളാലും പല സ്തോത്രങ്ങളാലും സേവിക്കപ്പെടുന്നവനും ദംഷ്ട്രാഗ്ര ഗൃഷ്ടാഘന പൃഷ്ഠ ഗരിഷ്ഠവർഷ്മ, തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ തൊട്ടുരുമ്മിയ വളരെ വലുതായ ശരീരമുള്ളവനുമായ ത്വം വിജ്ഞനുദയജ്ഞ വരാഹമൂർത്തേ പാഹി, ഭഗവാന് ജ്ഞാനി സമൂഹത്താൽ പ്രകീർത്തിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തേ എന്നെ രക്ഷിക്കണമേ. ഈ കുരുവർഷത്തിൽ ആരാണ് സ്ഥിരമായി താമസിക്കുന്നത്? ഹിരണ്മയ വർഷത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഈ കുരുവർഷം, കുരുഭൂഖണ്ഡം എന്ന് പറയുന്നത്. അവിടെ ഭൂമിദേവി ആരെയാണ് ഭജിച്ചുകൊണ്ടിരിക്കുന്നത്? വരാഹമൂർത്തിയായ ഭഗവാനെയാണ്. ഭൂമിദേവിയെ തേറ്റമേലെയാണ് വരാഹമൂർത്തി ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഭൂമിദേവിയാണ് വരാഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടവിടെ കഴിയുന്നത് എന്നാണ് പറയുന്നത്. പല മന്ത്രങ്ങളും സ്തോത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഭൂമിദേവി പൂജിക്കുന്നത് എന്ന് പറയുന്നു. വരാഹമൂർത്തിയുടെ ദംഷ്ട്ര, വളരെ വലിയ രൂപത്തിലാണ് വരാഹമൂർത്തി. ആ തേറ്റയുണ്ടല്ലോ, ആകാശത്തുള്ള മേഘങ്ങളെ തൊട്ടുരുമ്മി നിൽക്കുന്നു, അത്രയും വലുപ്പത്തിലാണ്. ആകാശത്തുള്ള മേഘങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭട്ടതിരിപ്പാട് ശ്ലോകാന്ത്യത്തിൽ ജ്ഞാനി സമൂഹത്താൽ പ്രകീർത്തിക്കപ്പെടുന്ന യജ്ഞവരാഹമൂർത്തിയായ ഗുരുവായൂരപ്പനോട് തന്നെ രക്ഷിക്കണമേ, രോഗത്തിൽ നിന്ന് മുക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അടുത്ത ശ്ലോകം. ശ്ലോകം 8. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. യാം യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ, ഇളാവൃത വർഷത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ടുള്ള ഭൂഖണ്ഡമായ കിംപുരുഷ വർഷം ദൃഢഭക്തിഭാജ ഹനുമതാ സംസേവിത, ദൃഢഭക്തിയുള്ള ശ്രീ ഹനുമാനാൽ നല്ല രീതിയിൽ സേവിക്കപ്പെടുന്നവനും സീതാഭിരാമ പരമാത്ഭുത രൂപശാലി, സീതയുടെ ഹൃദയത്തെ ആകർഷിച്ചവനും അത്യദ്ഭുതമായ ശരീരഭംഗിയാൽ പ്രശോഭിക്കുന്നവനും രാമാത്മക പരിലസൻ, ശ്രീരാമാവതാരത്തിൽ വിശേഷേണ ശോഭിക്കുന്നവനുമായ വിഷ്ണു പരിപാഹി, മഹാവിഷ്ണു ഭഗവാനെ അങ്ങനെ പാലിക്കണമേ. അടുത്ത ഭൂഖണ്ഡം ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് കിംപുരുഷ വർഷം. ശ്രോതാക്കളത് വളരെയധികം ശ്രദ്ധിക്കണം. ആ ഭൂഖണ്ഡങ്ങൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്, അതിൻ്റെ രൂപം മനസ്സിൽ പതിയണം. അവിടെ ആ കിംപുരുഷ വർഷത്തിൽ തൻ്റെ പ്രിയ ശിഷ്യനായ ഹനുമാനാൽ എപ്പോഴും സേവിക്കപ്പെടുന്ന ശ്രീരാമനായി ഭഗവാൻ വിഷ്ണു സാന്നിധ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ശ്രീരാമാവതാരം സ്വീകരിച്ച ഭഗവാന്റെ സാന്നിധ്യമാണ്. ഹനുമാൻ ഇപ്പോഴും ഇന്നും നിരന്തരം ആ ശ്രീരാമചന്ദ്രനെ ഭജിച്ചുകൊണ്ട് ഈ കിംപുരുഷ വർഷത്തിൽ താമസിക്കുന്നു. സീതാദേവിയുടെ മനസ്സിനെ ആകർഷിച്ചവനും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശാരീരിക സൗകുമാര്യത്താലും പ്രക്ഷോഭിക്കുന്ന ശ്രീരാമമൂർത്തിയായ ഗുരുവായൂരപ്പ തന്നെ രക്ഷിക്കണമേ എന്ന് ഭക്തിപൂർവം ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുക. അടുത്ത ശ്ലോകം 9. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാഖ്യയോഗനുദുഭിः സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷേ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. നാരദേന സഹ ഭാരത ഖണ്ഡമുഖ്യൈ, ശ്രീനാരദ മഹർഷിയോടുകൂടി
ഭാരത ഭൂഖണ്ഡത്തിലെ പ്രധാന ഭക്തന്മാർ സാഖ്യയോഗാനുതിഭി സമുപാസ്യമാന, സാഖ്യശാസ്ത്രതത്വങ്ങൾ പ്രകാശിപ്പിക്കുന്നവയും യോഗശാസ്ത്രത്തെ നൽകുന്നവനുമായ സ്തോത്രങ്ങളെ കൊണ്ട് യുക്തമായി ഉപാസിക്കുന്നവനും ഇഹ ആകൽപകാലം സാധുജനാഭിരക്ഷി, ഈ ഭാരതവർഷത്തിൽ പ്രളയം വരെയും സജ്ജനങ്ങളെ രക്ഷിക്കുന്നവനും നരസഖ നാരായണ ത്വം ഭൂമൻ പരിപാഹി, നരനാകുന്ന സഖാവിനോടുകൂടിയ ശ്രീനാരായണനാകുന്ന സർവവ്യാപിയായി അങ്ങ് പരിരക്ഷിക്കണമേ. ഇവിടെ ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ ഭൂഖണ്ഡങ്ങളെ പറ്റി പറഞ്ഞു. കിംപുരുഷ വർഷം അവിടെ ഹനുമാൻ ഇപ്പോഴും ഉണ്ട്, ശ്രീരാമനെ വഹിച്ചുകൊണ്ട്. അതിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് ഉള്ള ഭാരത ഭൂഖണ്ഡത്തിൻ്റെ പേരെന്താണ്? ഹിമാലയം എന്ന് പറയുന്ന കുലപർവ്വതം. അതാണ് ആ ഹിമാലയം എന്ന് പറയുന്ന കുലപർവ്വതത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഭാരത ഭൂഖണ്ഡം. അപ്പോൾ നമ്മുടെ ഭാരതം എവിടെയാണ് എന്നുള്ളത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഭാഗവതമൊക്കെ ചരിത്രമാണ്. കെട്ടുകഥ എന്ന് പറഞ്ഞ് പലരും നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ അജ്ഞത കൊണ്ടാണ്. ശരിക്കും ആഴത്തിലത് പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗവതം ഭൂമിശാസ്ത്രത്തെ പറ്റി എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളാവൃത വർഷത്തിൻ്റെ തെക്ക് ഭാഗത്ത്, കിംപുരുഷ വർഷത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ഹിമാലയം എന്ന കുലപർവ്വതത്തിൻ്റെ തൊട്ടടുത്താണ് ഭാരത ഭൂഖണ്ഡം. ഇന്നും അതേപോലെ തന്നെയാണല്ലോ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തല്ലേ ഭാരതം. ശ്രീനാരദ മഹർഷിയുടെ നേതൃത്വത്തിൽ ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ സാഖ്യശാസ്ത്രത്താൽ പരാമർശിക്കപ്പെട്ട തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടും യോഗശാസ്ത്രങ്ങളിലൂടെ വെളിവാക്കപ്പെട്ട സ്തോത്രങ്ങളെ കൊണ്ടും യഥോചിതം ഭാരതവർഷത്തിലെ സ്ഥിര സാന്നിധ്യമായ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായ നരനാരായണന്മാരെ ഉപാസിക്കുന്നു. ഈ ഭാരത ഭൂഖണ്ഡത്തിൽ മഹാവിഷ്ണു നരനാരായണ അവതാരം സ്വീകരിച്ചിട്ടാണ്. നരനും നാരായണനും, അവിടെയാണ് നരന്മാർക്ക് പ്രസക്തി കിട്ടുന്നത്. നരനും നാരായണനും ഒന്നിച്ചുള്ളൊരു അവതാരം ഭഗവാന്റെ. മനുഷ്യൻ വേറെ ദേവൻ വേറെ അല്ല, രണ്ടും ഒന്നാണ്, യാതൊരു വ്യത്യാസമില്ല. അതാണ് മനുഷ്യദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദൈവമനുഷ്യൻ, മനുഷ്യദൈവം എന്നൊക്കെ പറയാൻ കാരണം നരനാരായണ അവതാരം ഭഗവാൻ സ്വീകരിച്ചതുകൊണ്ടാണ്. ആൾ ദൈവം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എല്ലാവരും ആൾ ദൈവങ്ങളാണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ നാരായണനുണ്ട്. പുറമേ നമ്മൾ മനുഷ്യരൂപമാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നാരായണൻ. അതുകൊണ്ട് നമ്മളൊക്കെ ദൈവമനുഷ്യരാണ്, യാതൊരു സംശയമില്ല എന്നർത്ഥം. നരനെന്ന സന്തത സഹചാരിയോടുകൂടിയവനുമായ ശ്രീനാരായണനാണ് ഗുരുവായൂരപ്പനെ തന്നെ രക്ഷിക്കാനായിട്ട് പട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. നരനാരായണന്മാർക്ക് തുല്യ പ്രാധാന്യമാണെന്ന് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭാരതവാസികൾ മഹാവിഷ്ണു പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ നരനാരായണ സ്വരൂപം എപ്പോഴും സ്മരിക്കേണ്ടതാണ്. നരനെന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ശ്രീനാരായണൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നാരായണ എന്നുള്ള നാമം മാത്രം മതി. നാരായണൻ നമ്മുടെ വിട്ടുപിരിയേയില്ല. അവസാനം നമ്മുടെ ആ ജീവിതാന്ത്യത്തിൽ പിരിയുന്നു മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മുടെ കൂടെ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ ഉണ്ട് ഉള്ളിൽ നാരായണൻ. ആ നാരായണൻ്റെ സാന്നിധ്യമുള്ള നരനാണ് ഞാൻ എന്ന് ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ പിന്നീട് പ്രശ്നമില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മളത്. എവിടെയോ ആണ് നാരായണൻ, മുകളിലാണ് അല്ലെങ്കിൽ അകലെയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ നാരായണൻ്റെ സാന്നിധ്യം 100% എന്ന് ഈ ശ്ലോകത്തിലൂടെ നമ്മുടെ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പരസ്പരം കാണുമ്പോൾ തൊഴുകൈയോടുകൂടി നമസ്തേ എന്ന് പറയൂല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങയും ഞാനും ഒന്ന് തന്നെയാണ്, നരനാരായണന്മാരാണ്, അവരുടെ അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ് നമസ്തേ എന്നുള്ള വാക്കിലൂടെ എന്നിവിടെ മനസ്സിലാക്കുക. ശ്ലോകം 10. പ്ലാക്ഷേർക്കരൂപമയീ ശാൽമലയിന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്യരൂപം ക്രൗഞ്ചേംബുരൂപമദ വായുമയഞ്ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയീ പുഷ്കരനാം നിലോക. അയീ പ്ലാക്ഷ അർക്കരൂപം, ഭഗവാനെ പ്ലാക്ഷദ്വീപിൽ ആദിത്യരൂപനും ശൽമല് ഇന്ദുരൂപം, ശൽമല ദ്വീപിൽ
ചന്ദ്രരൂപനും, കുശനാമദ്വീപേ വന്യരൂപം, കുശദ്വീപിൽ അഗ്നിരൂപനും, ക്രൗഞ്ചേ അമ്പുരൂപം, ക്രൗഞ്ചദ്വീപിൽ ജലരൂപനും, ശാഖേ വായുമയം ച, ശാഖദ്വീപിൽ വായുരൂപനും, പുഷ്കരനാംനി ബ്രഹ്മരൂപം, പുഷ്കരദ്വീപിൽ ബ്രഹ്മരൂപനും, അഭിത്വം ലോകാഭജന്തി ആയ അങ്ങയെ ജനങ്ങൾ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സപ്തദ്വീപുകളുണ്ടല്ലോ, ആ ദ്വീപുകളിലും ഭഗവാനെ ഓരോ ദ്വീപിലും ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്ലാക്ഷദ്വീപിൽ ആദിത്യസ്വരൂപനായി, ശാൽമലദ്വീപിൽ ചന്ദ്രസ്വരൂപനായി, കുശദ്വീപിൽ അഗ്നിസ്വരൂപനായി, ക്രൗഞ്ചദ്വീപിൽ ജലരൂപനായി, ശാഖദ്വീപിൽ വായുരൂപനായി, പുഷ്കരദ്വീപിൽ ബ്രഹ്മരൂപനായി മഹാവിഷ്ണു സദാ സാന്നിധ്യം കൊള്ളുന്നു. സപ്തദ്വീപുകളിലും സപ്തസാഗരങ്ങളിലും വിവിധ ചൈതന്യസ്വരൂപനായി ഗുരുവായൂരപ്പൻ വ്യാപിച്ചിരിക്കുന്നു എന്ന സത്യം ഇവിടെ മേൽപ്പത്തൂർ വ്യക്തമാക്കി തരികയാണ്. ശ്ലോകം 11. സർവേ ദ്വാദിഭിരുഡു പ്രകരേ ഗൃഹൈശ്ച പുച്ഛാദികേശവയവേഷു വികൽപ്യമാനേ ത്വം ശിംസുമാരവപുഷാ മഹദാമുപാസ്യ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അവയവേഷു അവികൽപ്യമാനൈ ധ്രുവാദിവി സർവൈ ഉടുപ്രകരൈ ഗ്രഹൈച. വാൽ തുടങ്ങിയ ഓരോ അവയവങ്ങളിലൂടെ സ്ഥാനത്ത് സങ്കൽപ്പിക്കുന്ന ധ്രുവൻ തുടങ്ങിയ സകല നക്ഷത്രക്കൂട്ടങ്ങളോടും ഗ്രഹാദികളോടും കൂടിയവനും സന്ധ്യാസു ശിംശുമാര വപുഷ മഹതാമുപാസ്യ. സന്ധ്യാസമയങ്ങളിൽ ശിംശുമാരത്തിൻ്റെ രൂപത്തിൽ യോഗ്യരായവരാൽ ഉപാസിക്കപ്പെടേണ്ടവനും സിന്ധുശായിൻ ത്വം മമ നരകം രുന്ധി. പാലാഴിയിൽ ശയിക്കുന്നവനുമായ അങ്ങ് ഈ ഭക്തൻ്റെ നരകയാതനയെ തടയുമാറാകണമേ. ഇവിടെ ഒരു ശിംശുമാരം എന്നൊരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശിംശുമാരം എന്ന പദത്തിൻ്റെ അർത്ഥം ചില പണ്ഡിതന്മാർ വ്യത്യസ്തമായിട്ടാണ് നൽകിയിരിക്കുന്നത്. നാരായണീയം വനമാല വ്യാഖ്യാനത്തിൽ ഒരു വലിയ മത്സ്യവിശേഷത്തിൻ്റെ രൂപമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനത്തിൽ തലകീഴായി കിടക്കുന്ന സർപ്പാകൃതിയിലുള്ളൊരു ജീവി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ ഭാഗവത ഭാഷ്യത്തിൽ ശിശുമാരൻ എന്ന ശബ്ദത്തിന് നൽകിയ അർത്ഥം പാമ്പ് വലയമിട്ട് കിടക്കുന്നത് പോലെ കുണ്ടലാകാരമായിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്നത് എന്നാണ്. ഭാഗവത ശ്ലോകത്തിൽ ശിശുമാരൻ ശിംശുമാരൻ എന്നല്ല ശിശുമാരൻ എന്നാണ് പറയുന്നത്. ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ശിശുമാരൻ എന്നാണ്. എന്നാൽ ശിവപുരാണത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയിൽ ശിംശുമാര ചക്രം എന്ന ശബ്ദത്തിന് ലൈക്ക് ദ ബോഡി ഓഫ് എ ജയൻ്റ് അലിഗേറ്റർ എന്നാണ്. ഏറ്റവും വലിയ മുതലയുടെ രൂപത്തിലുള്ള ചക്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വാലുള്ള ഒരു ജലജീവിയുടെ വാലിൻ്റെ സ്ഥാനത്ത് സകല നക്ഷത്ര സമൂഹങ്ങളെയും ഗ്രഹങ്ങളെയും വിന്യസിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ത്രിസന്ധ്യകളിൽ, അതായത് പ്രഭാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ ഭഗവാനെ ശിംശുമാര രൂപത്തിൽ വേണം ഉപാസിക്കേണ്ടത് എന്ന് പറയാം. അടുത്ത ശ്ലോകം. ശ്ലോകം 12. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജിസഹസ്രശേഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവി, പാതാളത്തിൻ്റെ അടിഭാഗത്ത് ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കുണ്ടലത്തെ കൊണ്ട് പ്രശോഭിക്കുന്ന 1000 ഫണങ്ങളോടുകൂടി നീലാംബരം ധൃതഹലം ഭുജംഗനാഭിസുഷ്ടം, നീലപ്പട്ട് വസ്ത്രം ധരിച്ച് കലപ്പ കയ്യിലേന്തി നാഗസ്ത്രീകളാൽ സേവിക്കപ്പെട്ട ശേഷതനും ഭവന്തം ഭജേ, ആദിശേഷൻ്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഗുരുഗേഹനാഥാഗതാൻഹര, ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമെന്ന് പറയാം. എപ്പോഴും ഒറ്റ കുണ്ടലത്തെ കർണാഭരണത്തെ ചലിച്ചുകൊണ്ടിരിക്കുന്ന 1000 ഫണങ്ങളോടുകൂടി നീലപ്പട്ട് വസ്ത്രം ധരിച്ചും കലപ്പ കയ്യിലേന്തി പാതാള ലോകത്തിൻ്റെ അടിഭാഗത്ത് ആദിശേഷൻ്റെ രൂപത്തിലുള്ള ബലഭദ്രസ്വാമിയായ ഗുരുവായൂരപ്പനോട് തൻ്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം
ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുകയാണ്. നാം താമസിക്കുന്ന ഭാരത ഭൂഖണ്ഡം സപ്തദ്വീപുകളിലെ ജംബുദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജംബു എന്നാൽ ഞാവൽ വൃക്ഷം എന്നാണ് അർത്ഥം. ഭാരതം ഒരു കാലത്ത് ഞാവൽ വൃക്ഷത്താൽ സമൃദ്ധമായിരുന്നു. ശബരി ശ്രീരാമന് നൽകിയത് ഞാവൽപ്പഴമായിരുന്നു എന്ന് പുരാണം. ഭാരതീയർ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറയേണ്ടത് ജംബുദ്വീപേ ഭാരതവർഷ് എന്ന് തുടങ്ങിയതാണ്. അടുത്തത് നമസ്തേ.